വ്യാഴാഴ്ച വ്രതം ഇങ്ങനെ അനുഷ്ഠിച്ചോളൂ, സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും. വ്യാഴം പിഴ മൂലം ജീവിതത്തിൽ പലവിധത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. വ്യാഴം പിഴച്ചാൽ സർവ്വവും പിഴച്ചു എന്നാണല്ലോ. വ്രതങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഓരോ വിശ്വാസികളും. മനുഷ്യജന്മത്തിലുണ്ടാകുന്ന പല ദോഷങ്ങൾക്കും വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പരിഹാരം നേടാനാവുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഏറെ ചിട്ടയോടെ ചെയ്യാൻ മിക്കവരും ശ്രമിക്കാറുണ്ട്. ദിവസവ്രതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വ്യാഴാഴ്ച വ്രതം. വ്യാഴ ഭഗവാനായിട്ടാണ് ബൃഹസ്പതി അറിയപ്പെടുന്നത്. ദേവന്മാരുടെ ഗുരു എന്ന നിലയിലും ബൃഹസ്പതി അറിയപ്പെടുന്നു. ഗുരുവിന്റെ അഥവാ വ്യാഴ ഭഗവാന്റെ അനുഗ്രഹത്തിനു പ്രീതിക്കും വേണ്ടി വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. 16 വ്യാഴാഴ്ചകൾ മുടക്കം കൂടാതെ തുടർച്ചയായി അനുഷ്ഠിക്കണമെന്നാണ്. വ്രതവൃതി ജാതകവശാൽ വ്യാഴത്തിന് ദോഷം അനുഭവിക്കുന്നവർക്ക് ഈ വ്രതാനുഷ്ഠാനം വളരെ ഉത്തമമാണ്. ദോഷകാഠിന്യം കുറക്കാൻ ഇത് സഹായിക്കും. ജാതകത്തിൽ വ്യാഴം അനുകൂലമായി വരുന്ന സന്ദർഭങ്ങളിൽ മറ്റ് ഗ്രഹങ്ങൾ മൂലമുള്ള സർവ്വദോഷങ്ങൾക്കും ശാന്തി ലഭിക്കും. എത്ര വലിയ ദോഷത്തെയും അതിജീവിക്കുവാൻ ഗുരുപ്രസാദത്താൽ കഴിയുമെന്നാണ് വിശ്വാസം. ഉപവാസം ഇരുന്നും ഒരു നേരം മാത്രം ഊണ് കഴിച്ച് ഒരിക്കലിരുന്നും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏത് വ്രതത്തിനും പാലിക്കേണ്ട മനഃശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി എന്നിവ വ്യാഴാഴ്ച വ്രതത്തിനും പാലിക്കും. മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ച് നിർത്തേണ്ടത് വ്രതത്തിന് മികച്ച ഫലം ലഭിക്കുന്നതിനാൽ അനുകൂല ഘടകമാവും. വിഷ്ണു സഹസ്രനാമം, അഷ്ടോത്തരശതം എന്നിവ ജപിച്ചും ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്തും മനസ്സിനെ ഈശ്വരോത്മവമാക്കി തീർക്കാം. രോഹിണി, അത്തം, തിരുവാതിര നക്ഷത്രക്കാർ പ്രത്യേകിച്ചും മഹാവിഷ്ണുവിന്റെ കടാക്ഷമുള്ളവരാണ്. ഇവർ വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴാഴ്ച നാളിൽ ഹനുമാൻ സ്വാമിയെ പ്രസാദിപ്പിക്കുന്നതും ഗുണം ചെയ്യും. ഇതിനായി വടമാല, വെറ്റിലമാല, അവൽ നിവേദ്യം എന്നിവ സമർപ്പിക്കുന്നതും നല്ലതാണ്. വ്യാഴം അനുകൂലമല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാസംബന്ധമായ മുടക്കങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ദോഷശാന്തിക്കായി ഈ വ്രതം ഉത്തമമാണ്. വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമായി അന്നേ ദിവസം മഞ്ഞ വസ്ത്രം ദാനമായി നൽകുന്നത് വളരെ നല്ലതാണ്. ദോഷപരിഹാർത്ഥം ചെറുപയറും ദാനമായി നൽകാവുന്നതാണ്. 16 വ്യാഴാഴ്ചകൾ തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കുന്നതോടുകൂടി വ്യാഴപ്പിഴ നീങ്ങി സമാധാനവും ശാന്തിയും കൈവരുന്നു.